അത് ഇന്നും ആ ഒരു ചിന്ത പ്രോഗ്രാം മനസ്സിലായ കാലം മുതൽ ഉള്ളതിൽ നിന്ന് ഓരോ നിമിഷവും അത് വളർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ കുറഞ്ഞിട്ടില്ല. രോഗവും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വേറൊരു മറുഭാഗത്ത് അങ്ങനെ ഒരു വശമുണ്ട്. എങ്കിലും ഇന്നത്തെ ദിവസം അങ്ങനെയുള്ളൊരു ശല്യങ്ങളൊന്നും എന്നെ ശല്യപ്പെടുത്തുന്നില്ല. അപ്പം ഇന്ന് ഞാൻ ഇവിടെ മനോജ് പ്രാർത്ഥനയെക്കുറിച്ച് ഓരോ വഴിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞത്, അത് ഓരോരുത്തരുടെ അനുഭവം അതിൻ്റെ തലത്തിൽ അത് വളരെ നമുക്ക് ഉൾക്കൊള്ളാൻ അത് വളരെ ലാളിത്യത്തോടുകൂടി അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അനുഭവമാണത്. അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയാണ്. അത് നല്ലൊരു കാര്യം. അത് ഇന്നത്തെ ദിവസം ഏറ്റവും ഏത് രീതിയിൽ ചെയ്താലും ഇന്നത്തെ ദിവസം ഞാൻ സന്തുഷ്ടനാണെങ്കിൽ, ഞാനൊരു ഉപകാരിയാണെങ്കിൽ, ഞാനൊരു മറ്റുള്ളവർക്കൊരു ഉപദ്രവമല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇന്നത്തെ ദിവസം വിജയപ്രദമാണ്. മദ്യപിക്കാതിരിക്കുക, മറ്റൊരാളെ സഹായിക്കുക, അങ്ങനെയുള്ളൊരു പഴയ രീതിയിലാണല്ലോ നമ്മുടെ ഇത് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രാർത്ഥനകൾ ഏലുള്ള പ്രാർത്ഥനയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വന്ന ഓരോ പടികളിലുമുള്ള പ്രാർത്ഥനകൾ. എല്ലാ പടികളിലും അവരുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രാർത്ഥന ആയിട്ട് എടുക്കാവുന്നതാണ്. ഓരോ ഒന്നാമത്തെ പടിയിലും നമ്മൾ ദൈവമേ എന്നുള്ള, ഞാൻ മുമ്പും നിങ്ങളെ ഈ ഗ്രൂപ്പിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം എൻ്റെ ഒരു അനുഭവം ഇതാണ്, ദൈവമേ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ശക്തി എന്നാണെന്ന് ഞാൻ തുറന്ന് സമ്മതിക്കുന്നു. ഒരു സമൂഹത്തിൽ നിന്ന് നമ്മുടെ ആ വീണുള്ളൊരു, അതാണ് നമുക്ക് നമ്മൾ തൊലു വായിച്ചു വരുമ്പോൾ അതിനകത്ത് വി എന്നുള്ള വാക്കിന് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഒരു കൂട്ടായ്മയിൽ നമ്മൾ പറയുന്ന ആ ഒരു നമ്മുടെ ഒന്നാമത്തെ പടി വായിക്കുന്നത് എല്ലാം വി ഫോർമാറ്റിൽ നിന്നാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ ഏകാന്തതയിൽ പിന്നെ എനിക്ക് ഞാനെന്നുള്ള ശബ്ദമാണ്, ദൈവമേ മദ്യത്തിൻ്റെ മുമ്പിൽ ശക്തിഹീനാണെന്ന് ഞാൻ തുറന്ന് സമ്മതിക്കുന്നു. എൻ്റെ ജീവിതം, ഞങ്ങളുടെ ജീവിതം, എൻ്റെ ജീവിതം അനിയന്ത്രിതമായിപ്പോയി. അപ്പോൾ ആ ഒരു വാക്ക് ചേർക്കുന്നതോടുകൂടി ആ പടി ഒരു പ്രയറാക്കി മാറ്റാം. ഇങ്ങനെ മുമ്പോട്ടുള്ള പടികളിൽ നമുക്കതിന് ഉചിതമായിട്ടുള്ള രീതിയിൽ മാറ്റാം. അപ്പോൾ 11ാമത്തെ പടി വരെ അത് നമുക്ക് അങ്ങനെ അതിനാക്കിയെടുക്കാൻ പറ്റും. 12ാമത്തെ പടിയിൽ അത് അങ്ങനെ ഒരു തലത്തിലേക്ക് വരുന്നില്ല. അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷെ ബിഗ് ബുക്ക് നമ്മൾ സ്റ്റഡി ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, നമുക്ക് 3rd സ്റ്റെപ്പ് പ്രെയർ, 7th സ്റ്റെപ്പ് പ്രെയർ, പിന്നെ 11th സ്റ്റെപ്പ് പ്രെയർ, ആ ഒരു ഇതിലാണ് ബിഗ് ബുക്ക് 3 പ്രെയറാണ് നമുക്ക് ആധികാരികമായിട്ട് ബിഗ് ബുക്ക് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വിശ്വാസത്തിന്റെ പാതയിലേക്ക് വരുമ്പോൾ, അഥവാ 2ാമത്തെ പടിയിലാണ് നമ്മളൊരു വിശ്വാസം ദൈവത്തിലോ അല്ലെങ്കിൽ എന്നേക്കാൾ വലിയൊരു ശക്തിക്ക് മാത്രമേ എന്നെ സുബോധവാനാക്കുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെയും അതൊരു പ്രയറാണ്, ദൈവമേ, ആ ദൈവമേ എന്നുള്ള വാക്ക് ചേർത്തുകൊണ്ട് ആ പടിയെ ചേർത്ത് വായിച്ചാൽ അതൊരു പ്രയറായിട്ട് നോക്കാം. അതിനുശേഷം അതിനകത്ത് ഈ നമ്മുടെ നിരീശ്വരവാദികളായ ഞങ്ങൾ എന്നുള്ള ചാപ്റ്റർ, അത് അജ്ഞേയവാദികളായ ഞങ്ങൾ എന്നുള്ളതാണ്. അത് ഇന്നും വീണ്ടും തെറ്റിൽ നിന്ന് അത് ഓരോ എഡീഷൻ വരുമ്പോഴും അത് തിരുത്തിയിട്ടില്ല. ഏതായാലും ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ അതിനകത്തൊരു ഭാഗത്ത് വരുമ്പോൾ ഒരു പാരഗ്രാഫിൽ 47ാമത്തെ പേജിൽ വരുന്നുണ്ട്, വി നീഡഡ് ടു ആസ്ക് ourselves but one short question: do I now believe, or am I even willing to believe, that there is a power greater than myself? As soon as a man can say that he does believe or is willing to believe, we emphatically assure him that he is on his way. It has been repeatedly proven among us that upon this simple cornerstone, a wonderfully effective spiritual structure can be built. അപ്പൊ എനിക്ക് എന്നോട് തന്നെ ഒരു ചോദ്യമേ ചോദിക്കേണ്ടതുള്ളൂ, ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? അതിന്റെ ഇത് മലയാളം ഇതിൽ 47ാമത്തെ പേജാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് നിങ്ങൾ മലയാളം അറിയാവുന്ന, മലയാളം ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റാത്തവരത് ഈ വാക്ക് ഏകദേശം ഒരു സംക്ഷിപ്ത രൂപം മനസ്സിലായല്ലോ. എൻ്റെ തുടക്കം ആ പാരഗ്രാഫ് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ ഒരു ചോദ്യമേ ചോദിക്കാൻ പറ്റും. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഇവിടെ നിന്ന് മുതൽ നമ്മുടെ ഒരു എന്നേക്കാൾ വലിയൊരു ശക്തിയിലേക്കുള്ള ആശ്രയത്വത്തിലേക്ക് നമ്മൾ മാറുകയാണ്. ആ ഇതിൽ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നീട് അപ്പോൾ 1, 2 പടികൾ നമ്മൾ മനസ്സിലാക്കുന്നു. എൻ്റെ
മദ്യത്തിന് മുമ്പിലുള്ള ശക്തിഹീനത മനസ്സിലാക്കുന്നു. എൻ്റെ ജീവിതത്തിലെ അനിയന്ത്രിതാവസ്ഥയെ ഞാൻ സമ്മതിക്കുന്നു. ഒരിക്കലും ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ സമ്മതിക്കാത്തൊരു കാര്യം, ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി ഒരു പൂർണ്ണമായിട്ടുള്ള, അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒന്നാമത്തെ പടിയാണ് 100% സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എല്ലാ സ്റ്റെപ്പുകളും ഒരു വഴിക്ക് 100% തന്നെയാണ് അതിനകത്ത്. പക്ഷേ ഇതൊരു, കാരണം ഇവിടെ മദ്യപിക്കുന്നില്ല എന്നുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ അതൊരു പൂർണ്ണ രൂപമാണ്. എൻ്റെ ജീവിതം അനിയന്ത്രിതമാണെന്നുള്ളത് ഒരു പൂർണ്ണ രൂപമാണ്. വിശ്വാസം എത്രമാത്രം ഉണ്ടെന്ന് തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ വിശ്വാസം പോലെ ആയിരിക്കണമെന്നില്ല ഷിബുവിൻ്റെ വിശ്വാസം, അല്ലെങ്കിൽ രതീഷിൻ്റെ വിശ്വാസം, ഇതിപ്പോൾ സംസാരിച്ച മനോജിൻ്റെ വിശ്വാസം. അവരവരുടെ രീതികളാണ്. അതുപോലെ തന്നെയാണ് ആ സമർപ്പണം. പക്ഷെ ഇതെല്ലാം ചെയ്താലാണ് സംഭവം നടക്കുള്ളൂ. അപ്പൊ ആ രണ്ടാമത്തെ പടിയിൽ കൂടി നമുക്ക് കിട്ടിയ വിശ്വാസം, ബിലീവ് എന്നും ഫെയ്ത്ത് എന്നുള്ളതിന് മലയാളത്തിൽ ഒരേ വാക്ക് തന്നെയാണ് അർത്ഥം വരുന്നത്, വിശ്വാസം. ഇംഗ്ലീഷിൽ അത് രണ്ട് വാക്കായിട്ടാണ് വരുന്നത്. അപ്പൊ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ഈ ഒന്നും രണ്ടും പടികൾ കുറിച്ച് നമ്മൾ അതിന്റെ 5ാമത്തെ ചാപ്റ്ററിൽ വരുമ്പോഴാണ് നമ്മൾ ഈ ഹൗ ഇറ്റ് വർക്സിലെ 3rd സ്റ്റെപ്പിലെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത്. അത് നമ്മൾ എന്നും വായിക്കുന്നുണ്ടല്ലോ, 5ാമത്തെ അധ്യായത്തിന്റെ ആ ഒരു ഭാഗത്ത് വരുന്നത്, മെനി ഓഫ് us exclaim വാട്ട് ആൻ ഓർഡർ, ഐ കോൺ ഗോ ത്രൂ, എനിക്ക് സാധ്യമാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മലയാളം തന്നെ അത് മലയാളം എടുത്ത് എന്നതിനും കൂടി വായിക്കുന്നില്ല. നമ്മളെന്നും വായിക്കുന്നതാണല്ലോ. അപ്പം ഡു നോട്ട് ബി ഡിസ്കറേജ്ഡ്. അപ്പം ഇതുകൊണ്ട് നമ്മൾ ആരും ഇതിൽ നിന്ന് ഡിസ്കറേജ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. No one among us has been able to maintain anything like perfect adherence to these principles. ഇതിനോടെല്ലാം പൂർണ്ണമായിട്ടുള്ളൊരു നീതി പുലർത്താനായിരിക്കും ഞങ്ങൾ ആർക്കും തന്നെ സാധിക്കുമായിരുന്നില്ല, ഞങ്ങൾ വിശുദ്ധന്മാരൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പാരഗ്രാഫ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അതിനുശേഷം പറയുന്നത് ഉള്ളൊരിതാണ് അവർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ആൽക്കഹോളിക്. അവർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ആൽക്കഹോളിക് എന്നുള്ള 3 ചാപ്റ്ററുകളെ കുറിച്ചാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അടുത്ത ചാപ്റ്റർ ദ ചാപ്റ്റർ ടു ദ അഗ്നോസ്റ്റിക്, ഞാനിപ്പോൾ പറഞ്ഞ അജ്ഞേയവാദികളായ ഞങ്ങൾ എന്നുള്ള, അല്ലെ നിരീശ്വരവാദികളെന്ന് ഞങ്ങൾ എന്നുള്ള മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ. ആൻഡ് അവർ പേഴ്സണൽ അഡ്വഞ്ചേഴ്സ് ആഫ്റ്റർ മേക്ക് ആൻഡ് ക്ലിയർ 3 പെർസെൻറ്റേജ്. പേഴ്സണൽ അഡ്വഞ്ചേഴ്സ് എന്താണ്? നമ്മുടെ ബിഗ് ബുക്കിലുള്ള സ്റ്റോറി സെക്ഷൻ. അപ്പോൾ അവർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ആൽക്കഹോളിക് എന്ന് പറഞ്ഞ ചാപ്റ്റർ അതൊക്കെയാണ്. ഡോക്ടേഴ്സ് ഒപ്പീനിയൻ, വിൽ സ്റ്റോറി, മോർ അബൌട്ട് ആൽക്കഹോളിസം. ഇതിൽ നിന്ന് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ശരിയായിട്ടുള്ള എൻ്റെ ഈ അൺമാനേജബിലിറ്റിയും എൻ്റെ പവർലെസ്നെസ്സും എല്ലാം നമുക്ക് വളരെ വിശദമായിട്ട് അത് ക്ലിനിക്കൽ സൈഡിൽ ഡോക്ടേഴ്സ് ഒപ്പീനിയനിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് പേഴ്സണൽ ലൈഫിൽ എങ്ങനെ വരുന്നു എന്നുള്ള ബില്ലിൻ്റെ കഥയിലുണ്ട്. ഇനി അത് എല്ലാവരെയും കൂടി കൂട്ടമായിട്ടുള്ള മോർ അബൌട്ട് ആൽക്കഹോളിസം എന്നുള്ളൊരു ചാപ്റ്റർ. രണ്ടാമത്തത് ദ ചാപ്റ്റർ ടു ദ അഗ്നോസ്റ്റിക്, വി അഗ്നോസ്റ്റിക്, ഈ ചാപ്റ്റർ. അതിനുശേഷം മൂന്നാമത് ഇതിൽ നിന്ന് എന്താണ് 3 കാര്യങ്ങൾ പറയുകയാണ്. That we were alcoholic and could not manage our own lives. Okay, ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ മദ്യപാനികളാണെന്ന്, ഞങ്ങളുടെ ജീവിതം നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നായിരിക്കും മലയാളം. ബി ദാറ്റ് പ്രോബബ്ലി നോ ഹ്യൂമൻ വർക്ക് കുഡ് ഓർ ഓൾസോ. ഒരു മനുഷ്യശക്തിക്ക് പോലും ഞങ്ങളെ സുബോധവാന്മാരാക്കാൻ സാധിക്കില്ല, ഒരു മനുഷ്യശക്തിക്ക് പോലും. മൂന്നാമത്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, that God could and would is giver. ദൈവത്തെ തേടിയാൽ നമുക്കതിന് സാധിക്കുമെന്ന് പറയുന്നത്. ഇവിടുന്ന് ഉള്ള അടുത്ത അവിടെ വരെയാണ് നമ്മൾ എന്നും വായിക്കുന്നത് 5ാമത്തെ. അതിൻ്റെ അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നത് ബീയിങ് കൺവിൻസ്ഡ്. ഇതെല്ലാം മനസ്സിലായിരുന്നു. ഇതുവരെ നമ്മൾ ഈ 5ാമത്തെ ഈ പടികളും ഈ പറഞ്ഞ ഭാഗങ്ങളും വായിച്ചു കഴിയുമ്പോൾ ബീയിങ് കൺവിൻസ്ഡ്. പിന്നീട് ഇറ്റാലിക്സിലാണ് ഇംഗ്ലീഷ് ബുക്കിലാണ് വി വേർ അറ്റ് സ്റ്റെപ്പ് 3. ഇവിടെയാണ് നമ്മൾ 3ാമത്തെ പടിയിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നീട് ഇവിടെ ഈ സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ 1-2 പടികളെ എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറയുന്നത് ഒരു മാസം പോലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റിക്കവറിയിൽ വന്നതിന് ശേഷം ഒരു സ്പോൺസർ എടുക്കുക എന്നുള്ളത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ സ്പോൺസർ എടുത്താൽ മതി. പടികളൊക്കെ ഇപ്പൊ മദ്യപിക്കുന്നില്ല, പടികളൊക്കെ തന്നെ ധൃതി പിടിക്കേണ്ട കാര്യങ്ങളില്ല, കുറച്ചൊക്കെ സാവകാശം ചെയ്താൽ അത് അട്ടർ ഫൂളിഷ്നെസ് ആണ്. അങ്ങനെ പറയുന്ന ഒരു സമൂഹം തന്നെ ഇവിടെയുണ്ട്, എവിടെയുണ്ട്. ഒരിക്കലും ചെയ്യരുത്. നമ്മളുടെ ഫൗണ്ടറായിട്ടുള്ള ബിൽ വിൽസന്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബില്ലിന്റെ ബിൽ സ്റ്റോറിയിൽ ആണെന്ന് എനിക്ക് തോന്നുന്നത് 9 ദിവസമാണ് അദ്ദേഹം സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ കിടന്നത്.
ആ 9 ദിവസം കൊണ്ട് അദ്ദേഹം 11 പടി പ്രാക്ടീസ് ചെയ്തതായിട്ട് നമുക്ക് അത് വായിച്ചതിനെ ഈ അടുത്ത കാലത്ത് ഞാനൊരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തപ്പോൾ ആ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് വളരെ ഭംഗി ഇതായിട്ട് ഞാൻ തന്നെ ധരിച്ചിരുന്നു ഇങ്ങനെ ഒരു ഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു വിവരണം ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്കെന്തുകൊണ്ട് 9 മാസം കൊണ്ടെങ്കിലും ഒരു 9 മാസമായിട്ടും 1 വർഷമായിട്ട് സ്പോൺസർ ഇല്ലാതെ 1 വർഷമായിട്ടും പടികളൊന്നും ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങെത്താൻ പറ്റും. 9 ദിവസം കൊണ്ട് അത് ദൈവികമായിട്ടുള്ള ഒരു ഇടപെടൽ കൂടി എനിക്ക് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന നമ്മളിപ്പോൾ എത്ര പേരുണ്ടോ നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിലുണ്ടായിട്ടുള്ള ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ 9 ദിവസം കൊണ്ട് ഞാൻ ഈ 11 പടികളും ചെയ്തിട്ടുണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ബിൽ വിൽസൺ അത് ചെയ്തിരുന്നു. അത് അതിൻ്റെ ഒരു ഭാഗമുണ്ട്. ഞാൻ ഇനി ആ ഭാഗത്തേക്ക് ഇന്ന് പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു ദിവസം ഇനി ഇതുപോലെ കയറുമ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. പക്ഷെ നമ്മൾ പടികൾ ചെയ്യാൻ വെയിറ്റ് ചെയ്യരുത്, ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. പ്രാർത്ഥന ചൊല്ലാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴെങ്കിലും ഒരു 6 മാസം കഴിഞ്ഞിട്ട് എല്ലാം ശരിയായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റേ പാടില്ല. ഈ പടികൾ മദ്യത്തിൽ നിന്നുള്ള ഒബ്സഷൻ അല്ലെങ്കിൽ ആ ക്രേവിങ് ആസക്തിയിൽ നിന്ന് മോചനം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ പടിയിലായി. ഒന്നാമത്തെ പടി എടുത്താലാണല്ലോ ഇതിൽ നിന്നുള്ള മോചനമുള്ളൂ. ആ മോചനത്തിലായി കഴിഞ്ഞാൽ അന്ന് മുതലേ നമ്മൾ പ്രാർത്ഥനയിലായിരിക്കും. എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കുക, എന്തെങ്കിലും പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന നമ്മളെ ശരിയായിട്ടുള്ള പാതയിലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനൊരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യനായിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഈ അടുത്ത ആദ്യത്തെ പ്രാർത്ഥന നമ്മുടെ ബിഗ് ബുക്കിൽ പ്രാർത്ഥനയായിട്ട് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണല്ലോ. ഇംഗ്ലീഷ് ബുക്കിലാണ് 63-ാമത്തെ പേജിൽ ഗോഡ് ഐ ഓഫർ മൈസെൽഫ് ടു ദീ എന്ന് പറഞ്ഞുള്ള ആ പ്രാർത്ഥന എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് മലയാളത്തിൽ നിങ്ങൾക്കറിയാം പ്രാർത്ഥന, അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഞാൻ ബുക്ക് എനിവേ. അപ്പൊ ആ മൂന്നാമത്തെ പടി പ്രാർത്ഥന കൂടി നമ്മൾ വരുമ്പോൾ ഈ പ്രാർത്ഥന എന്നും ചൊല്ലുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എൻ്റെ അനുഭവം വെച്ച് നോക്കും. ഗോഡ് ഐ ഓഫർ മൈസെൽഫ് ടു ദീ ടു ബിൽഡ് വിത്ത് മീ ആൻഡ് ടു ഡു വിത്ത് മീ ആസ് ദോ വിൽഡ്. അങ്ങയുടെ ഹിതം പോലെ എന്നെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്ന റിലീവ് മീ ഫ്രം ദ ബോണ്ടേജ് ഓഫ് സെൽഫ്. എന്നിലെ ഞാൻ എന്നുള്ള ആ ഒരു അഹങ്കാരം ഉണ്ടല്ലോ, ആ ബോണ്ടേജ് ഓഫ്, അതിൽ നിന്ന് എനിക്ക് മോചനം തരിക. അങ്ങനെ സ്വാർത്ഥതയുടെ കെട്ടുപാടുകളിൽ നിന്ന് എനിക്ക് മോചനം തരിക എന്നാണ് മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ. ദാറ്റ് ഐ മേ ബെറ്റർ ഡു ദൈ വിൽ. അതുമൂലം എനിക്ക് അങ്ങയുടെ ഹിതം അങ്ങേ ഹിതം പോലെ എനിക്കാകാൻ സാധിക്കണമേ എന്നുള്ള പ്രാർത്ഥന. ടേക്ക് അവേ മൈ ഡിഫിക്കൽട്ടീസ്. എൻ്റെ കഷ്ടപ്പാടുകൾ ദൂരീകരിക്കുക എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഈ ടേക്ക് അവേ മൈ ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഒരിക്കലും ധരിക്കരുത്. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, എൻ്റെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, എൻ്റെ ജോലിയിലുള്ള പ്രശ്നങ്ങൾ, ഇത് മാത്രമായിട്ട് ഒരിക്കലും കാണരുത്. എൻ്റെ ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത് എന്നിലുള്ള ആന്തരികമായിട്ടുള്ള ചിന്തകളും എൻ്റെ മനസ്സിൻ്റെതായിട്ടുള്ള സ്വേച്ഛകളും അല്ലെങ്കിൽ എന്നിലുള്ള സ്വാർത്ഥത മനോഭാവം, ഇതിൽ നിന്നല്ല മോചനം തരുവാനാണ് പറയുന്നത്. പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുകയാണ് ടേക്ക് എൻ്റെ കഷ്ടപ്പാടുകൾ ദൂരീകരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ദൂരീകരിക്കുക എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കുന്ന ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് എൻ്റെ അനുഭവം പറയാണ്. പക്ഷെ മനസ്സിലായി വന്നു ഇതിനെ നന്നായിട്ടൊരു സ്പോൺസറുടെ കൂടത്തിലും പല മീറ്റിങ്ങുകളിലും പല പഴമക്കാരിൽ നിന്നൊക്കെ കേട്ടപ്പോഴാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലായി വന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇതിനൊന്നും ലാഘവത്തോടു കൂടി ആരും എടുക്കരുത്. പ്രേയറിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. അത്രയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിൽ കാച്ചി കുറുക്കിയിട്ടാണ് നമ്മുടെ ഫൗണ്ടേഴ്സ് ഈ ബുക്ക് നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. കാരണം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ആണ് ഈ ബുക്ക് എന്നുള്ള ബിഗ് ബുക്കിന്റെ ഒരു പേജിനകത്തുണ്ട്. തുടക്കത്തിൽ തന്നെയുള്ള ഏതൊരു പേജിനകത്തുണ്ട്. എനിക്ക് പറ്റുന്നത് ഞാൻ അങ്ങനെ ബിഗ് ബുക്കിന്റെ ഒരു ഗുരു മാസ്റ്ററൊന്നും അല്ലല്ലോ. അപ്പൊ അതിന്റെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനുള്ള ഉത്തരമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഈ ഭാഗമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതിൽ കൂടി ഞാൻ വിജയം വരിക്കുന്നത് മറ്റുള്ളവർക്ക് കാണാനും മറ്റവർ സാക്ഷികളാകാൻ ഇടവരണമെന്നുള്ള ആ പ്രാർത്ഥനയും അതുപോലെ തന്നെ അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ രീതിയിലുള്ള ജീവിതം, ദ വേ ഓഫ് ലൈഫ് ആൻഡ് മേ ഐ ഡു. ഞാൻ എപ്പോഴും അങ്ങയുടെ ഹിതം അനുസരിച്ച് ജീവിക്കാനായിട്ട് മേ ഐ ഡു ദൈ വിൽ ഓൾവേസ്. അങ്ങയുടെ ഹിതം പോലെ ഞാൻ പ്രവർത്തിക്കാൻ എന്നെ ഇടവരുത്താന്ന് പറയുന്ന ആ മൂന്നാമത്തെ പടി പ്രയർ. ഇത് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഇത് ഡെയിലി ചൊല്ലുന്നതിൽ ഒരു കുറവുമില്ല. കാരണം ഞാൻ ഐ ബിലോങ്സ് ടു ഒരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുടേതായിട്ടുള്ള ഏത് മതത്തിലാണ്, ഇനി മതം നമ്മൾ എടുത്തോ, ഹിന്ദുമതം ആയിക്കോട്ടെ, ക്രിസ്തു മതം ആയിക്കോട്ടെ, ഇസ്ലാം ആയിക്കോട്ടെ, അവിടെ എല്ലാത്തിനും ഇങ്ങനെയുള്ള നമുക്ക് ചില മാർഗരേഖകൾ തന്നിട്ടുണ്ട്. ആൽക്കഹോളിക് ആയിട്ടുള്ള നമുക്കുള്ള ഒരു മാർഗരേഖയിലെ ഒരു പ്രാർത്ഥനയാണിത്.
പിന്നീട് നമുക്ക് 4-5 പടികളൊക്കെ എടുത്തു പോകുമ്പോഴും ഈ പ്രാർത്ഥന, ഈ മൂന്നാമത്തെ പടി പ്രാർത്ഥന എപ്പോഴും നമുക്ക്, കാരണം ഇവിടെ എല്ലാം നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ പറയുന്നില്ല ഇന്ന്, ടേക്ക് അവേ മൈ ഡിഫിക്കൽട്ടീസ്. ഈ 4th സ്റ്റെപ്പ് ചെയ്യാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്, പലരും മടിച്ചു നിൽക്കാറുണ്ട്. ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വന്നൊരു ഡിഫിക്കൽട്ടി തോന്നത്തില്ല. കാരണം ഇവിടെ പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണത്തോടുകൂടി പ്രാർത്ഥിക്കണം. റിലീവ് മീ ഫ്രം ദ ബോണ്ടേജ് ഓഫ് സെൽഫ്, റിലീവ് മീ ഓഫ് ദ ബോണ്ടേജ് ഓഫ് സെൽഫ്. ഇങ്ങനെയുള്ള ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 4ാമത്തെ പടിയിലേക്ക് വരും. പലരും വന്നിട്ട് ഈ 3ാമത്തെ പടിയിൽ നിന്ന് പോയിട്ടുണ്ട്. ഞാൻ നിന്ന് പോയതാണ് കുറച്ചുകൾ, എൻ്റെ അനുഭവമാണ്. അത് ആ തെറ്റ് ഞാനൊക്കെ പറ്റിയ തെറ്റ് നിങ്ങൾ ചെയ്യരുത്. ഞാൻ 2 അല്ലെങ്കിൽ 3ാമത്തെ വർഷം ഞാനത് ചെയ്തു. പക്ഷെ അത്രയും നീണ്ടു. ഈ 1ാമത്തെ വർഷത്തിൽ തന്നെ നമ്മൾ 4ാമത്തെ പടിയിലേക്ക് എത്തിയിരിക്കണം. 1ാമത്തെ വർഷത്തിൽ തന്നെ ഒരു 5ാമത്തെ പടിയൊക്കെ കഴിഞ്ഞിരിക്കണം. എങ്ങനെയുള്ള ഒരു രീതിയിൽ പോയാലാണ് നമ്മുടെ ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ട് ജീവിതം സുഗമമാവുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട്, ഭാര്യയുടെ പ്രശ്നം, കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം തീർത്തിട്ട് ഞാൻ പഠിക്കുക, അത് മനസ്സിന് വലിയ ടെൻഷനാണ്, അല്ലെങ്കിൽ അതൊക്കെ മാനിപ്പുലേറ്റീവ് ആണ്. നമ്മളൊരു പുതിയ ജന്മമാണ്, പുതിയ രീതിയിൽ നമുക്ക് ജീവിക്കണം. അതിനുശേഷം 4-5 പടികൾ, 5ാമത്തെ പടിയിൽ കൂടിയാണ് നമ്മൾ 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്നുള്ള പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ദൈവ അനുഭവം ഞാൻ അനുഭവിച്ചത് ഈ 5ാമത്തെ പടിയിൽ കഴിഞ്ഞപ്പോഴാണ്. ദൈവ അനുഭവം, ദൈവത്തെ അനുഭവിച്ച ഒരു പ്രതീതി എനിക്കുണ്ടാവുന്നു. കാരണം ഇവിടെ ഞാൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. എൻ്റെ കുറവുകളെ എന്നോട് തന്നെയും മറ്റൊരാളോടും ദൈവത്തോടും ഞാൻ പറയുകയാണ്. അത് എത്രമാത്രം നല്ലൊരു അനുഭവമാണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ശരിയായിട്ടുള്ള ഒരു തലത്തിലേക്ക്, ശരിയായിട്ടുള്ള സുഖം, ഈ സ്വാതന്ത്ര്യം, മനസ്സിലായില്ലേ? ഈ ബോണ്ടേജ് ഓഫ് സെൽഫ് എന്നും ബോണ്ടേജ് ഓഫ് മൈ ക്യാരക്ടർ ഡിഫക്ട്സ്, ഇതിൽ നിന്നുള്ള മോചനമാണ് ഈ 5ാമത്തെ പടിയിൽ നിന്ന്. ഇത് കാരണം ഇത് റെസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളാണ്, തെറ്റുകളെന്ന് നമ്മൾ ഒരു ലഘൂകരിച്ച് സംസാരിക്കുകയാണ്. ആക്ച്വലി അതല്ല, ക്രൂരമായിട്ടുള്ള ഹത്യയാണ്. ഞാൻ എന്നെ തന്നെ കൊല ചെയ്തുകൊണ്ടിരുന്നു, എന്നോടൊപ്പം സഞ്ചരിക്കുന്നവരെയും കൊല ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു തലമില്ലേ നമ്മൾ. ഞാനത് ഇത്തിരി ആ ഒരു കടുത്ത വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ, പക്ഷെ ഫാക്റ്റ് തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയതാണത്. അത് ഇതൊരു സിന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഡെഡ്ലി സിന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി അതാണ്, ആ പാപത്തിന് പരിഹാരക്രിയയാണ് പിന്നീടുള്ള എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്തു പോയി, അറിഞ്ഞും അറിയാതെയും ഒക്കെ ആയിട്ട് എന്നിലുള്ള അബോധാവസ്ഥയിലും ചെയ്തിട്ട് കൂട്ടിയ ഒരുപാട് കാര്യങ്ങളെ ഞാൻ തുറന്ന് സംസാരിക്കുന്നതോടുകൂടി ആ ഭാരം എന്നിൽ നിന്ന് എടുക്കപ്പെടുന്നു. പിന്നീട് ഞാൻ 6ാമത്തെ 7ാമത്തെ പടിയിലേക്ക് പോകുന്നു. ആ 6ഉം 7ഉം പടിയിൽ കൂടി എനിക്ക് ഇപ്പം അതിനെക്കുറിച്ച് മനോജ് വിസ്തരിച്ച് പറഞ്ഞാണ് എന്നെ കൊണ്ട് മാറ്റാൻ പറ്റുന്നതും മാറ്റാൻ പറ്റാത്ത ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നു. ഇതിനിടയിൽ നമുക്ക് ഒരു തലത്തിൽ വന്നിട്ട് പലർക്കും ഒരു പ്രശ്നം ഉണ്ടാവുന്ന ഒരു കാര്യമുണ്ട്. സെക്ഷൽ ആയിട്ടുള്ള മിസ്കോണ്ടക്ട്സ് ഈ 6ഉം 7ഉം പടിയുടെ ഇടയിൽ നമുക്ക് വരും. പലർക്കും പല സ്വഭാവത്തിലുള്ള പല ന്യൂനതകളും മാറ്റിയെടുക്കാനൊക്കെ സാധിക്കും. പക്ഷെ ഹ്യൂമൻ നേച്ചർ, ശരീരത്തിന്റെ ഒരു വലിയൊരു ബലഹീനതയാണ് സെക്ഷൽ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ അതിനോടുള്ള അമിതമായിട്ടുള്ള, കാരണം എല്ലാം നമ്മൾ എക്സ്ട്രീംസുകളാണല്ലോ. അമിത മദ്യപാനി എന്ന് പറഞ്ഞാൽ എന്തിനോടും എക്സസ് ആയിട്ടുള്ള ഇതാണ്. അതിനകത്ത് സെക്സ് ഒരു എക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആ ഒരു ഭാഗമാണ് 7ാമത്തെ പടിയും 6ഉം 2ഉം രണ്ട് ഭാഗമായിട്ട്, അല്ലെങ്കിൽ 6ാമത്തെ പടിയും 7ാമത്തെ പടിയും ആക്ച്വലി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒന്ന് 6ാമത്തെ, ഞാൻ ഒരു മെസ്സേജ് വേണ്ട, അതുകൊണ്ട് ഞാൻ നോക്കി, ഞാൻ സമയമാകുമ്പോ ഒന്ന് പറഞ്ഞേക്കണോട്ടെ രതീഷ്. അപ്പൊ 7ാമത്തെ പടിയുടെ പ്രകാരങ്ങളുടെ അടുത്ത് തീർത്തിട്ട് ഞാൻ നിർത്തിക്കോളാം. അപ്പൊ അതിനകത്ത് ആ ഭാഗം വരുമ്പോൾ നമുക്കൊരു തടസ്സം പലരും വന്നുകൊണ്ട് അത് വിട്ടുകളയാനായിട്ട്, ആ മാറ്റം വരുത്താനായിട്ട് കുറെ ആൾക്കാർ, എല്ലാവരും ലോകം എൻജോയ് ചെയ്യല്ലേ, പ്ലഷറിന് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത്. അപ്പൊ അവിടെ ഈ 69ാമത്തെ പേജിൽ ഒരു പ്രയർ ആയിട്ട് എടുക്കാവുന്ന ഒരു ഭാഗമുണ്ട്. ഇൻ ദിസ് വേ വി ട്രൈ ടു ഷേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പാരഗ്രാഫ് ഉണ്ട്. അവിടെ മുതൽ I pray for a sane and sound ideal for our future sex life. അതിനായിട്ട് ഞാൻ നമ്മളെടുത്ത് വായിക്കുന്നതാണ്. അവിടെ വി സബ്ജക്റ്റഡ് എന്നുള്ളത്, I subjected each relation to this test. Was it selfish or not? വീണ്ടും I asked God to mold our ideals and help us to have up to them.
we എന്നുള്ളത് I remembered always that my sex problems are God given and therefore good, neither to be used lightly or selfishly, nor to be despised or lost. ഈ ഒരു പാരഗ്രാഫിന്റെ മലയാളം ഭാഗം നിങ്ങൾ മനസ്സിലാക്കിയത് വായിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നീട് 7ാമത്തെ പടിയുടെ പ്രയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ 7ാമത്തെ പടിയുടെ പ്രയർ നമ്മുടെ ഇൻടു ആക്ഷനിലല്ലേ, ഇൻടു ആക്ഷനിലുള്ള പ്രയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രയറാണ്. അത് ഇതാണ്. മൈ ക്രിയേറ്റർ, ഐ നൗ വില്ലിംഗ് ദാറ്റ് യു ഷുഡ് ഹാവ് ഓഫ് മീ ഗുഡ് ആൻഡ് ബാഡ്, എന്നില് നല്ലതിനെ തിന്മയും അങ്ങ്. മൈ ക്രിയേറ്റർ, ഐ നൗ വില്ലിംഗ് ദാറ്റ് യു ഷുഡ് ഹാവ് ഓൾ ഓഫ് മീ, എന്നില് നല്ലതിനെ തിന്മയും ഞാൻ അങ്ങേക്ക് തരുന്നു എന്നുള്ള വിചാരിക്കും മലയാളത്തിൽ. ഐ പ്രേ ദാറ്റ് യു മേ റിമൂവ് ഫ്രം മീ എവറി സിംഗിൾ ഡിഫക്ട്സ് ഓഫ് ക്യാരക്ടർ which stands the way of my usefulness to you and my fellows. Grant me strength as I go from here to you to do your will, bidding. Amen. അത് കഴിഞ്ഞിട്ട് 11ാമത്തെ പടി പ്രാർത്ഥനയുണ്ട്. അത് 2 ബിഗ് ബുക്കിലുണ്ട്. അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം എഴുതിയിട്ടുള്ള 12 11ാമത്തെ പടി പ്രാർത്ഥന സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ പ്രാർത്ഥനയുണ്ട്. അപ്പൊ അങ്ങനെ 2-3 പ്രാർത്ഥനകളും പിന്നെ നമ്മുടെ സെർനെറ്റ് പ്രയർ, ഏറ്റവും മാസ്റ്റർ പീസ് ആയിട്ടുള്ള വർക്ക്, ഒരു പുരോഹിതൻ എഴുതിയ, ഒരു അച്ഛൻ എഴുതിയ ഒരു പ്രയറാണ്. 1934 എഴുതിയ പ്രയറാണ്. അത് നമ്മുടെ ബിഗ് ബുക്കിൽ നമ്മൾ 12 സ്റ്റെപ്പ് പ്രോഗ്രാമിൽ അത് പ്രാർത്ഥിച്ചു വരുന്നു. ഈ പ്രാർത്ഥനകൾ കൂടി നമുക്ക് സുഖകരമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകാം. ഇത്തിരി സമയം കൂടുതലെടുത്ത് എന്നോട് രതീഷ് ക്ഷമിക്കുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു മാസ്റ്റർ, താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് ശരിക്കും പറഞ്ഞാല് ഹരിദാസ് ചേട്ടനാണ്. ഹരിദാസ് ചേട്ടൻ്റെ പക്ഷെ മൈക്ക് കാണിക്കുന്നില്ല. അപ്പൊ ജസ്റ്റ് ഒന്നുകൂടി ലീവ് ചെയ്തിട്ട് ഒന്നുകൂടെ ജോയിൻ ചെയ്യാവോ ഹരിദാസ് ചേട്ടാ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ. ഒരു ബേണിംഗ് ഡിസയർ ഉണ്ട്. ബേസിൽ പ്ലീസ്. താങ്ക് യു രതീഷ്. രതീഷ് റെക്കോർഡിംഗ് ഒന്ന് ഓഫ് ചെയ്യാവോ പ്ലീസ്? ആളുകളായിക്കോട്ടെ, എല്ലാരെയും ബാധിച്ചിട്ട് ജീവിതം അനിയന്ത്രിതമാക്കാൻ സഹായിക്കുന്ന എന്നുള്ളത് വളരെ കറക്റ്റായിട്ട് വരുന്നൊരു വേർഡാണത്. എന്തുകൊണ്ട് ഒരു തൻ്റെ ജീവിതം വിചാരിച്ച മാതിരി ആവുന്നില്ല, അല്ലെങ്കിൽ എത്ര പഠിപ്പിച്ചിട്ടും അവൻ നേരെ ആവുന്നില്ല, എല്ലാം അവൻ ഏത് തൊട്ടാലും തകരാറാണ്. ആ ഒരു അനിയന്ത്രിത അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം അന്വേഷിച്ചു പോകുമ്പോഴാണ് 1ാമത്തെ പടിയിൽ ഞാൻ ചെയ്യുന്ന വൃത്തികേടുകളെ ഉപേക്ഷിക്കേണ്ട ഒരു ആവശ്യകതയിലേക്ക് ഒരു മനുഷ്യനെത്തുന്നതാണ്. അവിടെ ഒന്നും ആത്മീയത തുടങ്ങില്ല, അതൊന്നും ഇവിടെ തർക്ക വിഷയമല്ല. കാരണം ഒരു കുഞ്ഞിന്റെ ജന്മത്തിന്റെ പുറകിൽ ഒരു ആത്മീയ ശക്തിയുടെ പ്രഭാവം ഉള്ളത് കാരണം തന്നെയാണ് ഒരു കോട്ടം ഇല്ലാതെ ഒരു കുഞ്ഞ് ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത്. സയൻസിന് പലതും തെളിയിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ അതിനു മുമ്പ് ഭാരതീയ പൗരാണികരായിട്ടുള്ള ഋഷിമാര് കണ്ടെത്തിയ കുറെ സത്യങ്ങളുണ്ട്. അതിലൂടെയാണ് ഞാനൊക്കെ പോയത് എന്നുള്ളത്. അതേ സമയത്ത് പൗരസ്ത്യ ചിന്താഗതി അല്ലെങ്കിൽ തത്വശാസ്ത്രം, അതിലൂടെ വികസിച്ച മനഃശാസ്ത്രം, ഹൈന്ദവ ശാസ്ത്രത്തിൽ കൂടെ ഉയർന്നു വന്നിട്ടുള്ള മനഃശാസ്ത്രം, ആ മനഃശാസ്ത്രത്തിനാണ് ഗീത എന്ന് പറയുന്നത്. അതൊരു ജനതേന ഉത്ബുദ്ധരാക്കി മാറ്റാൻ, ഒരു നല്ല ലക്ഷ്യത്തോടും കൂടെ ജനിക്കുന്ന ഒരു ജനതേനെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് ഈ ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യം. ആത്മീയത ആദ്യം വരുന്നു, അതിനുശേഷമാണ് മതം ഉണ്ടാവുന്നത്.
മതം എന്നുണ്ടാവും ഒരു കൂട്ടം ആളുകളുടെ ഏത് അഭിപ്രായമാണോ അതൊരു മതസ്ഥരായിട്ട് മാറുന്നു എന്നേ ഉള്ളൂ അതിനർത്ഥം. അല്ലാതെ മതം എന്ന് പറയുമ്പോൾ ദൈവം എന്നുള്ളൊരു സംശയമൊന്നുമില്ല. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ പടിയില് ആ ഒരു സ്വീകാര്യത വരുന്നുണ്ടെങ്കിൽ അതിനൊരു നിഷേധാവസ്ഥ ഉണ്ടെന്നുള്ള. ആ ഒരു നിഷേധാവസ്ഥ എന്ന് പറഞ്ഞാല് ഒരു പുരുഷതത്വത്തിനോട് ബന്ധപ്പെട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പുരുഷത്വത്തിന്റെ പുരുഷത്വ ലക്ഷണത്തിലേക്ക് നയിക്കാൻ ദൈവം അറിഞ്ഞോ അറിയാതെയോ അവനിൽ നിക്ഷേപിച്ചിട്ടുള്ള ഒരു സ്വഭാവ ഗുണമാണ് ഈ നിഷേധാവസ്ഥ. നിഷേധം എന്ന് പറയുമ്പോൾ നമുക്ക് മോശപ്പെട്ടതായിട്ട് തോന്നുകയാണെങ്കിൽ പോലും ആ ഒരു നിഷേധം വളരെ വളരെ വിലപ്പെട്ടതാണ്. പല ഉപകാരങ്ങളും അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ടെന്നുള്ള. കാരണം ഉദാഹരണം പറയണേ, എനിക്കൊരു ജോലി പഠിക്കണമെങ്കിൽ എന്നിലൊരു നിഷേധാവസ്ഥ ഉണ്ടാവണം, അത് സ്വീകരിച്ചെടുക്കണം എന്നുള്ളത്. ആ സ്വീകാര്യത ഉണ്ടാവണമെങ്കിൽ അതിന് ബലം നൽകുന്നത് നിഷേധാവസ്ഥയാണെന്നുള്ള. അപ്പോ ആ ഒരു സ്വീകാര്യതയാണ് നമ്മൾ ആദ്യം പ്രകടിപ്പിക്കുന്നത്, അറിഞ്ഞോ അറിയാതെയോ. ആ ക്ലാസ് മുറിയിലേക്ക് അല്ലെങ്കിൽ ആൽക്കഹോളിക് അനോണിമസിന്റെ ക്ലാസ്സിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ ഒരു സറണ്ടറിങ് അല്ലെങ്കിൽ ആ ഒരു സ്വീകാര്യത എങ്ങനെയോ ഉണ്ടായി വരികയാണ് ഉള്ളിൽ. പക്ഷെ അത് വികസിച്ച് എന്നെ ഗുണത്തിലേക്ക് നയിക്കുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ഈ കൂട്ടത്തിൽ ചേർന്നപ്പോൾ കുറച്ച് മാറ്റങ്ങൾ എനിക്ക് വന്നല്ലോ. ആ മാറ്റങ്ങൾ വന്നല്ലോ എന്നുള്ള തോന്നിച്ച അതിന്റെ അടിയിൽ പ്രവർത്തിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഏതോ ഒരു ശക്തിയുടെ, നമ്മളെ ഉള്ളിലുള്ള ശക്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ദൈവത്തിന്റെ ശക്തി ആയിക്കോട്ടെ, ആ ഒരു ശക്തിന്റെ പ്രസരണം അതിൽ വരുന്നുണ്ടെന്നുള്ള. അല്ലാതെ ഒരു വ്യക്തിക്കും പറയാൻ തോന്നില്ല എന്നുള്ള. കാരണം 10-15 കൊല്ലക്കാലം കുടിച്ചിട്ട് നായി നക്കിയൊരു ജീവിതമായിട്ട് ആൽക്കഹോളിക് അനോണിമസ് കയറി വന്നപ്പോ ഒരു ദിവസം ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമിൽ ചെല്ലുന്നു, എന്നെ പോലെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടുമുട്ടുന്നു, അവരുടെ ദൃഷ്ടിയിൽ എന്നെ പ്രതിഫലിച്ച് കണ്ടപ്പോഴാണ് എനിക്ക് ഒരു ബോധം ഉദിക്കുന്നുള്ള. അപ്പൊ അന്നേരം മാത്രം ഈ ബോധം ഉദിച്ചു എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഗതി എൻ്റെ ഉള്ളിൽ സ്പാർക്കിംഗ് ആയിട്ട് നടന്നിട്ടില്ലെന്നൊക്കെയാണ് ഞാൻ പിന്നെ ചിന്തിച്ചതെന്നുള്ള. പക്ഷെ ആ ഒരു സ്പാർക്കിംഗ്, കാരണം സ്വിച്ച് ഇട്ട് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്ന, വീണ്ടും ആ സ്വിച്ച് ഓഫ് ആക്കുമ്പോഴാണ് ലൈറ്റ് കത്തുന്നത്. പക്ഷെ ഞാൻ ആ സ്വിച്ച് ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓഫ് ആക്കാനുള്ള ശ്രമം നടന്നില്ല എന്നുള്ള. അതിന് പല ഘടകങ്ങളും ആൽക്കഹോളിക് അനോണിമസിൽ ഒരു മദ്യാസക്തനെ സഹായിക്കുന്നുണ്ടെന്നുള്ള. അത് പല തരത്തിൽ വരുന്നുണ്ടെന്നുള്ള. കാരണം ചിലര് വേദന അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചില ദുരിതങ്ങൾ കേട്ടിട്ട് അതിൽ അങ്ങ് ആമഗ്നനായി പോകുന്ന ഒരു മനസ്സിന്റെ ഉടമസ്ഥന്മാർ ഈ കൂട്ടത്തിലുണ്ടെന്നുള്ള. അതേസമയത്ത് ചില ആൾക്കാരെ ഈ കോമഡി അല്ലെങ്കിൽ സന്തോഷം അതിൽ ആമഗ്നനായി പോയിട്ട് ഈ ഒരു ഇതിനെ അക്സെപ്റ്റ് ചെയ്തു പോകുന്നുണ്ട്. പോട്ടെ, അതെല്ലാം പോട്ടെ, നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, നമ്മൾ ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമിൽ എത്തി, ഒരു തീരുമാനം എടുത്തു, ഇവരെ കൂടെ നമുക്ക് ഇനി മുന്നോട്ട് പോകാം കള്ളു കുടിക്കാതെ. ഇവിടെ കള്ളു കുടിക്കാതെ കിട്ടുന്ന ആ ഒരു സന്തോഷം ഒരു 4 ദിവസം കിട്ടി നിൽക്കുക. ഒരു അപാരമായിട്ടുള്ള സന്തോഷം എന്ന് പറഞ്ഞ ഒരു വില കുറഞ്ഞ വസ്തുവാണ് ശരിക്കും പറഞ്ഞാൽ. ആ സന്തോഷം എത്ര കണ്ട് പ്രകടിപ്പിക്കുക, അതിന്റെ പുറകിൽ അത്ര കണ്ട് ദുഃഖത്തിന്റെ ഭാരവും കൂടി ഉണ്ടെന്നുള്ളതാണ്. അപ്പോ ആ ഒരു സന്തോഷത്തിൽ ഞാൻ എന്നെ മറക്കുകയാണ്, മദ്യാസക്തനാണ്, എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് അവർ ഈ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഷെയറിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, നിങ്ങൾ തനിയെ നിങ്ങൾ മറന്നുപോകും. ഈ മറവി എങ്ങനെയാ സംഭവിക്കുന്നത്? ഈ മറവി സംഭവിക്കുന്ന കൃത്യമായിട്ട് ഈ ഒരു സന്തോഷത്തിൽ, പെട്ടെന്ന് കിട്ടിയ ഈ സന്തോഷത്തിൽ നമ്മളെ മറക്കാൻ തുടങ്ങും. ആ മറവി സംഭവിക്കാതിരിക്കാനാണ് ഡെയിലി മീറ്റിങ്ങും ഡെയിലി ഷെയറിങ്ങും അല്ലെങ്കിൽ ഡെയിലി ആൽക്കഹോളിക്കുമായിട്ടുള്ള ബന്ധം. അപ്പൊ ആ മറവി സംഭവിക്കാതിരിക്കുന്ന ആ മുറിഞ്ഞു പോവാത്ത സന്തോഷം ഓരോ നിമിഷവും അനുഭവിക്കുമ്പോൾ അത് പങ്കുവെക്കപ്പെടുന്നുണ്ടെന്നുള്ള. ഭാര്യന്റെ അടുത്ത് ചെന്നാല് നീ കണ്ടില്ലേ ഞാൻ കുടിക്കാതെ, മക്കളോട് ചേർത്ത് പിടിച്ച് അണച്ചിട്ട് ഒക്കെ ഒരു വല്ലാത്ത വികാര വായ്പിന് അടിമപ്പെട്ടിട്ട് ആൽക്കഹോളിക് അനോണിമസിലൂടെ പതിയെ കാലെടുത്ത് വെക്കുന്ന ആ വ്യക്തിനാ. കാരണം അവന്റെ ഉള്ളിൽ ഈ സന്തോഷം അനുഭവിക്കുമ്പോൾ അവിടെ ഒരു പ്രക്രിയ നടക്കുന്നുണ്ടെന്നുള്ള. കാരണം അതുവരെ എന്നെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന അഹങ്കാരം അവിടെ
പത്തി താഴ്ത്തുക എന്നുള്ള. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഓരോ ദിവസവും കുടിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് റോഡിന്റെ മുകളിൽ നിന്നെല്ലാം, എന്റെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. 3-3:30 ഞാൻ എവിടെയെങ്കിലും റോഡിന്റെ കുലുങ്ങിന്റെ ചുവട്ടുന്ന എഴുന്നേറ്റിട്ട് വേദനയോടും കൂടെ ചിന്തിക്കും, ഇന്നലെ രാത്രി ഞാൻ എവിടെയല്ലേ കിടന്നത്, കള്ളു കുടിച്ചിട്ട് ഇനി ഞാൻ കുടിക്കില്ല കേട്ടോ, ഇനി ഞാൻ ഒരിക്കലും കുടിക്കില്ല നാളെ എണീറ്റ് കഴിഞ്ഞാൽ. പക്ഷെ നാളെ എങ്ങനെങ്കിലും എഴുന്നേറ്റ് എവിടെയെങ്കിലും പണി ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന് പോയിട്ട് പണി എടുത്തിട്ട് ആ കാശ് കയ്യിൽ കിട്ടുമ്പോ ഈ കുടിക്കില്ല എന്നുള്ളത് എന്നോട് സ്വാഭാവികമായിട്ട് ആരോ ഒന്ന് മറപ്പിക്കുകയാണ് വൈകുന്നേരത്തെ സമയത്ത്. എൻ്റെ ശരീരം എന്തോ ഒന്ന് ആവശ്യപ്പെട്ട മാതിരി. അങ്ങനെ ഞാൻ പതിയെ വാറ്റുകാരൻ്റെ വീട്ടിലെത്തുന്നു. പക്ഷെ ഇവിടെ ഒരു ടെക്നിക്കലായിട്ട് നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നും നിർത്തണം എന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിലുള്ള ആരും ഒന്നിനെ സന്തോഷിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവിടെയാണ് ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമിൽ വന്നിട്ട് ഒരു മദ്യാസക്തൻ പറയുന്നത്, ഞാൻ നിസ്സഹായനായി മാറിയിട്ടുണ്ട്, പക്ഷെ ഞാൻ കുടി നിർത്തുന്നില്ല. ഒരൊറ്റ ദിവസത്തേക്ക് മാറ്റി വെക്കാനുള്ള ശ്രമം ഞാൻ ഇവിടെ നിന്ന് തുടങ്ങട്ടെ എന്ന് പറയുമ്പോൾ, ഈ ഉള്ളിലുള്ള ഈഗോ എന്ന് പറയുന്ന സംഗതിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ഈഗോ നിസ്സഹായനാവുന്ന ഒരവസ്ഥയാണ് നമ്മൾ ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമിൽ കാണുന്നതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു മദ്യാസക്തൻ പതിയെ 24 മണിക്കൂർ പ്രോഗ്രാമും വെച്ച് മുന്നോട്ട് പതിയെ സഞ്ചരിക്കുന്നത്. അപ്പം സഞ്ചരിച്ച് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കള്ളുകുടിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഈ ബുദ്ധിയെല്ലാം കുറച്ച് വികസിച്ച് വരുമ്പോൾ മനസ്സറിയുന്ന സന്തോഷം, അത് ആ സന്തോഷം അനുഭവിക്കുമ്പോൾ കൃത്യമായിട്ട് ഈ അഹങ്കാരം പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ അഹങ്കാരം ഒരു വേഷം മാറി പ്രച്ഛന്നമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടാണ് അവസരത്തിലാണ് നമുക്ക് ഈ എന്താ പറയാ, അതിനാണ് ഈ ആസക്തി എന്നൊക്കെ പറയുന്നത്. ഒരു കള്ള് ഷാപ്പിന്റെ ബോർഡ് കാണുന്നപ്പോഴേക്ക് വല്ലാത്ത സന്തോഷം, കള്ളു കുടിച്ച കാര്യം പറയുമ്പോൾ സന്തോഷം, ഒഴിഞ്ഞ മദ്യക്കുപ്പി കാണുമ്പോൾ സന്തോഷം. ഇതാണ് ഈ അഹങ്കാരം കാണിക്കുന്ന വിദ്യയിൽ ഈ പാവം മദ്യാസക്തനെ വീണ്ടും കുടുക്കിയിട്ടാണ് റിലേപ്സിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ സെന്റൻസ് പറഞ്ഞിട്ടില്ലേ, എൻ്റെ ജീവിതം എവിടെയാണ് അനിയന്ത്രിതമായതെന്നും കൂടി ഒന്ന് അന്വേഷിക്കേണ്ട ആവശ്യം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥനയെ പറഞ്ഞിരിക്കുന്ന അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും. ഒരു മനുഷ്യൻ അനുഭവം എവിടുന്നാ വരുന്നത്? ഭൂതകാലത്തിന്റെ ഏടുകളിൽ നിന്നാണ് അനുഭവം ഓരോരോ മനുഷ്യരിലേക്കും വരുന്നത് എന്നുള്ളതാണ്. ആ അനുഭവങ്ങളാണ് ചർച്ചയ്ക്ക് എടുക്കുന്നത് നമ്മൾ. ആ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുക പ്രസ്താവനയിലേക്ക്. അനുഭവങ്ങളും ആ പ്രസ്താവനയിലുള്ള അനുഭവങ്ങളാണ് കറക്റ്റായിട്ട് പ്രാർത്ഥനയിൽ വരുന്ന ആദ്യത്തെ പടി. പ്രശാന്തമായ മനസ്ഥിതി സ്വീകരിക്കാനുള്ള ഒരു ആവശ്യകത അവിടെ ഉന്നയിക്കുന്നെന്നല്ല. കാരണം ഭൂതകാലത്തിൽ സംഭവിച്ച കാര്യങ്ങളെ മനസ്സിലാക്കി വരുമ്പോൾ അതാണ് ഒരു മനുഷ്യന്റെ മനസ്സിന് സംഘർഷഭരിതാക്കുന്നതെന്നുണ്ട്. കാരണം പ്രശാന്ത മനസ്ഥിതി എന്ന് പറയുമ്പോൾ ഏറ്റവും ഓപ്പോസിറ്റ് നമ്മളെ മനസ്സിൽ ഉണ്ടായിട്ടല്ലേ പറയുന്നത്. സംഘർഷാവസ്ഥയുള്ള ഒരു മനുഷ്യനല്ലേ പ്രശാന്തതന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ആ സംഘർഷം എങ്ങനെ ഉണ്ടായി? അത് അനുഭവത്തിൽ നിന്ന് വന്നു. അനുഭവം എവിടുന്ന് വന്നു? നമ്മുടെ ഭൂതകാലത്തിൽ നിന്ന് വന്നു. അപ്പൊ ആ ഭൂതകാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പം ബാല്യകാലം തൊട്ട് ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തിനെ അക്കമിട്ട് എണ്ണി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് എൻ്റെ ജീവിതം വികലമായി പോകാനുണ്ടായ, ഏത് ഏടിൽ വെച്ചിട്ടാണ് എൻ്റെ ജീവിതം പരാജയപ്പെടാൻ തുടങ്ങിയിരുന്നത്? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ ഷെയറിങ്ങിലും പറഞ്ഞു, ആകെ 42 മാർക്കോടും കൂടെ ലോക വിജയം നേടിയാണ് ഞാൻ. അപ്പൊ എൻ്റെ ഒരു വിദ്യാഭ്യാസം, ഒരു രക്ഷപ്പെടാനുള്ള വിദ്യ ശേഖരിക്കാനുള്ള ഒരു മാർഗത്തിലേക്ക് ഒരു വ്യക്തിനെ വിദ്യ മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അവനെ മാറ്റി എന്ന് പറയുമ്പോൾ ആരാണ് അവിടെ കളിച്ചിരിക്കുന്നത്? അധ്യാപകനാണോ? വിദ്യാലയമാണോ? അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളാണോ? അവിടെ ആ ചിന്തിക്കേണ്ട കാര്യം അതാണ്. ഇപ്പൊ എൻ്റെ അടുത്തിരുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അയാൾ ഇന്നിപ്പം ബാങ്കിൽ നിന്ന് പിരിഞ്ഞ് അയാൾ വീട്ടിൽ സുഖസുന്ദരമായിട്ട് ജീവിക്കുകയാണ്. എന്നെ തോളോട് ചേർന്ന് തന്നെ എൻ്റെ സഹോദരൻ, എൻ്റെ ഒരു സ്നേഹിതൻ. അപ്പൊ എനിക്കും എന്തുകൊണ്ട് അയാളെ ബുദ്ധി കിട്ടിയില്ല?
ഒരേ ബുദ്ധി തന്നെ എല്ലാ മനുഷ്യരിലും, പ്രപഞ്ചത്തിന്റെ മഹാബോധത്തിൽ നിന്ന് വരുന്ന ഓരോരോ തുള്ളിയാണ് ഓരോരുത്തന്റെ ഉള്ളിലേക്ക് വരുന്ന ബുദ്ധി എന്ന് പറഞ്ഞ സംഗതി. അല്ലാതെ ഹരിദാസൻ ഒരു ബുദ്ധി, ബേസിലിന് ഒരു ബുദ്ധി, മനോജ് കൃഷ്ണൻ ഒരു ബുദ്ധി, തമ്പി സാറിന് വേറൊരു ബുദ്ധി, അങ്ങനെ ഒരു ബുദ്ധിയേ ഇല്ല. ആകെ ഒന്നേ ഉള്ളൂ, മഹാബോധം. ആ ബോധത്തിന്റെ അംശങ്ങളാണ് ഓരോ മനുഷ്യരിലും ഓരോ ജീവികളിലും അതാതിന്റെ രീതിയിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുന്നത്, നട്ടലിൽ ഉയർന്നു നിൽക്കുന്നവനായതുകൊണ്ട് അവനെ മനുഷ്യൻ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് അവന് ബുദ്ധി തലച്ചോറിലേക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് എന്നുള്ള. അതേസമയത്ത് മൃഗങ്ങൾ ലംബമായിട്ട് ഭൂമിക്ക് സമാന്തരമായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ബുദ്ധിയില്ലാതെ, ബുദ്ധി വർക്ക് ചെയ്യാതെ മൃഗങ്ങൾ നടക്കുന്നു. ഇതേ വ്യത്യാസമുള്ളൂ. അപ്പോ ആ രീതിയിൽ ആ മഹാബോധം സംഘർഷത്തിലായി, നമ്മളെ ഉള്ളിലുള്ള ബോധം സംഘർഷത്തിലായി. ആ ബോധത്തിനെയാണ് നമ്മൾ പ്രശാന്തതയിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോഴാണ് അവിടെ ആത്മീയമായിട്ടുള്ള സാധനകളുടെ ആവശ്യം വരുന്നത്. അപ്പോഴത്തേക്ക് കയറി പിടിച്ചു ആത്മീയത എന്ന് പറഞ്ഞപ്പോഴേക്ക് അത് ആവശ്യമില്ല. പോട്ടെ, സാധനകൾ എടുക്കൂ നിങ്ങൾ. ഋഷിമാര് പറഞ്ഞ, അല്ലെങ്കിൽ യേശുക്രിസ്തു മുന്നോട്ട് വെച്ചിട്ടില്ലേ, മുഹമ്മദ് നബി മുന്നോട്ട് വെച്ചിട്ടില്ലേ ആ സാധനങ്ങളിലേക്ക് ഒന്ന് പോവാൻ എന്തുകൊണ്ട് മടിക്കുന്നു? അവിടെ പറയുന്നത്, എനിക്ക് അങ്ങനെയൊന്നും വിശ്വസിക്കാൻ കഴിയില്ല ദൈവത്തിനാണ്. ആര് പറഞ്ഞു ദൈവത്തിനെ വിശ്വസിക്കാൻ? നിങ്ങളെ വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ മധ്യാസക്തനായിട്ട് മാറിയത്. നിങ്ങൾ ആ വിശ്വസ്തത ബലമായിട്ട് എടുക്കും. വിശ്വാസം നല്ല വാക്കിന്റെ അർത്ഥം അവിടെ വിശ്വസ്തതയാണ്. എൻ്റെ അസ്തിത്വത്തോട് ബന്ധപ്പെട്ട ഇതാണ് വിശ്വമായിട്ടുള്ളത് കണക്ഷൻ വരുന്നത്. ആ വിശ്വാസം എടുത്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആൽക്കഹോളിക് അനോണിമസിന്റെ ഓരോ പടികളും എന്താ പറയാ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം ഉണ്ടായിരുന്ന കിട്ടുന്നില്ല. ആ രീതിയിൽ ഒരു പടി ഈ ജീവിതം അനിയതമായി പോയ വ്യവസ്ഥനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ആൾക്കേ ഈ വിട്ടുകൊടുക്കേണ്ട എല്ലാം ആവശ്യമുള്ളൂ. അല്ലാത്തവന് എന്ത് വിട്ടുകൊടുക്കാനാ? കള്ളുകൂടി നിന്നു, ഇഷ്ടം പോലെ സ്നേഹിതന്മാരുണ്ട്, പിന്നെ കുടുംബം വളരെ ഭംഗിയായിട്ട് പോകുന്നു, അത്യാവശ്യം ജോലിക്ക് പോകുന്നു. പക്ഷെ എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ അനിയന്ത്രിതമായി പോയി? എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരെല്ലാം ഉയർന്ന ഉദ്യോഗങ്ങളിലേക്ക് പോയി. എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ സാധിച്ചില്ല? അല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്തോ വൃത്തികെട്ടതായി പോകുന്നത് എന്തുകൊണ്ട്? ഞാൻ എല്ലാവരും കേൾക്കുന്നത് മാതിരി തന്നെയല്ല ഞാനും ചുവടുകൊണ്ട് കേൾക്കുന്നത്. അതിനെ എൻ്റെ ബുദ്ധി എന്താണ് വികലമാക്കിയിട്ട് പുറത്തേക്ക് വിടുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എല്ലാവരും കാണുന്ന മാതിരിയാണ്. ഞാനൊരു ചുവന്ന നിറം കണ്ട അന്നേരം തിരിഞ്ഞു നോക്കും ഏതെങ്കിലും സ്ത്രീയാണോ എന്ന്. ആ ഒരു വികാരം എന്നിൽ എവിടെ നിന്ന് വരുന്നു? ഏത് കേന്ദ്രത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്? അതിന്റെ കാരണം എന്താണ്? ഇതൊക്കെ അന്വേഷിച്ച് പോകുന്നതാണ് ആത്മീയത. അതിന് വേറൊരു പേര് കൊടുക്കാനില്ലാഞ്ഞിട്ടാണ് ആത്മീയത എന്ന് അവിടെ എഴുതി വെച്ചത്. അപ്പൊ അതിനെ നമ്മൾ സ്വീകാര്യ മനോഭാവത്തോടും കൂടെ നമ്മളതിനെ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു ബോധത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ പിന്നെ അർത്ഥങ്ങൾ വെളിപാടായി കിട്ടുന്നതിനാണ് എന്താണ് ഇവർക്കെല്ലാം കിട്ടിയത്. ഇപ്പം ബില്ലിന്റെ കാര്യം ആരോ ഒന്ന് ഏതോ ഒരു ഷെയറിങ് പറയുന്നത് കേട്ടോ. അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാനായിട്ടില്ല, അയാൾക്ക് കിട്ടിയോ കിട്ടിയിട്ടില്ല എന്ന്. പക്ഷെ അയാളെ ബോധം ഒരു നിമിഷത്തേക്ക് ഉണർന്നു. ആ ഉണർച്ചയ്ക്കാണ് ആത്മീയത. ടൈം കൂടുതലായി പോയില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. ടൈം കറക്റ്റ് ആയി. എന്നാ പിന്നെ നിർത്തിക്കളെ. നമുക്ക് നാളെയും സമയമുണ്ടല്ലോ. ഓക്കെ. അത് ഒരു നിമിഷം കൊണ്ടൊന്നും 5 മിനിറ്റ് കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ എന്നെ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാ പറഞ്ഞത്. ഓക്കെ, അത് കുഴപ്പമില്ല. നാളെ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അതുകൊണ്ട് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഒരു 5 മിനിറ്റ് കൂടി എടുക്കുകയാണ്. കാരണം ഒരാൾ കൂടി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ എല്ലാവർക്കും സമ്മതമല്ലേ? കുഴപ്പമില്ലോ? 5 മിനിറ്റ്. ഹലോ അഖിലേഷ് ഭായ് കൊടുത്തോ? 5 മിനിറ്റ് കൊടുത്തോ? അഖിലേഷ് ഭായ് ഒരു 5 മിനിറ്റ്. റെക്കോർഡ് ഓഫ് ചെയ്യണേ. റെക്കോർഡ് ഒന്ന് ഓഫ് ചെയ്യണേ. ഓക്കെ.